ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സൺഡേ ആണ്. രാവിലെ ഏകദേശം 7:10 ആയിട്ടുണ്ടാവും സമയം. വലിയ കാര്യമായിട്ട് വെളിച്ചമൊന്നും വന്നിട്ടില്ല. അത്യാവശ്യം ഇങ്ങനെ മൂടലായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു അമ്പലത്തിൽ പോവാണ്. ജർമ്മനിയിലുള്ള ഹാം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഹാമിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് വീണ്ടും ട്രാമോ ബസ്സോ എന്തോ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വലിയ പ്ലാൻ ഒന്നുമില്ല. അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ അമ്പലത്തിൽ പോകാൻ പോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം നേരം സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രെഡാണ് കേട്ടോ ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് കഴിച്ചിട്ട് നമുക്ക് വേഗം പെട്ടെന്ന് ഇറങ്ങാം. കാരണം നമുക്ക് ഇവിടുന്ന് ബസ് 8:53 അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് 9:21 ട്രെയിൻ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 1 hour കഴിഞ്ഞിട്ടേ ട്രെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും വേഗം റെഡിയായിട്ട് അവിടെ എത്താം. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ കമ്മോൺ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പുറത്ത് -1 ഡിഗ്രി ആണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ വിൻഡോയിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ആ കിടക്കുന്ന പുല്ല് പോലത്തെ സംഭവത്തിൻ്റെ മുകളിൽ നിറച്ച് മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് മോസ്റ്റ്ലി സണ്ണി ഡേ ആയിട്ടാണ് വെതർ പറയുന്നത്. നമുക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം തണുക്കുന്നുണ്ടെന്നുള്ളത്. ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ചുരിദാർ ഇട്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ പുറത്തിറങ്ങി കഴിയുമ്പോൾ തണുക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഞാൻ ഡിസിഷനിൽ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഈ മഞ്ഞ് കണ്ടിട്ടും ചുരിദാർ തന്നെ ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെഡിയാവാം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ റെഡിയായി. ഈ കാണുന്ന ഡ്രസ്സാണ് കേട്ടത്. ഞാൻ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് ഒരാഴ്ച കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ചുരിദാറാണ്. ആകെ ഈ ഒരൊറ്റ ഡ്രസ്സേ ഞാൻ ചുരിദാർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 8:24 ആയിട്ടുണ്ട്. 8:53 നമുക്ക് ഇവിടുന്ന് ബസ് നമ്പർ 6 കയറി പോകണം ബാനോഫിലേക്ക്. അവിടെ നിന്ന് നമുക്ക് 9:21 ട്രെയിൻ ഉള്ളത്. അപ്പോൾ ആര്യയും നിരഞ്ജനയും നമ്മൾ ബാനോഫിൽ വെച്ചിട്ട് കാണും. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബാനോഫ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിയിട്ട് വേഗം ട്രെയിനിൽ കയറാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഹാമിലേക്കുള്ള ട്രെയിൻ വന്നു. ഞങ്ങളപ്പോൾ അതിൻ്റെ അകത്ത് കയറുവാണ് കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഫുൾ മൂടി കിടക്കുമായിരുന്നു. നമുക്ക് കാഴ്ചകളൊന്നും തന്നെ അത്ര ക്ലിയർ ആയിരുന്നില്ല. എസ്പെഷ്യലി എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഭയങ്കര ഈസിയാണ് അമ്പലത്തിലേക്ക് പോകാനായിട്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് തൊട്ട് പുറത്ത് തന്നെ ബസ് സ്റ്റേഷൻ ഉണ്ടാവും. അവിടെ നിന്ന് നമുക്ക് ബസ് നമ്പർ 5 എടുത്തിട്ടാണ് ശ്രീ കാമാക്ഷി അമ്പാൾ ടെമ്പിളിലേക്ക് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ബസ് നമ്പർ 5 കയറിയിട്ട് നമ്മൾ 28ാമത്തെ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അത് ഹിന്ദു ടെമ്പിൾ എന്ന് തന്നെയാണ് ആ സ്റ്റോപ്പിന്റെ പേരും. അപ്പോൾ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് പുറത്ത് തന്നെ കാണുന്ന ഇതാണ് ഇവിടുത്തെ ബസ് ഷെൽട്ടർ. അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊരു 28 സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഹിന്ദു ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ ബസ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ അകത്തേക്ക്. അപ്പോൾ നമുക്ക് വേഗം അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. നമ്മളപ്പോൾ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജർമ്മനിയിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഇത്രയും കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അമ്പലങ്ങളുണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് ഈ അമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്രത്തോളം നമുക്കൊരു അമ്പലത്തിൽ പോകുന്ന ഫീല് കിട്ടുന്ന അമ്പലങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. ഈ അമ്പലത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാട്ടോ ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ നമ്മളിതേ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ അകഭാഗം. ശരിക്കും നാട്ടിലെ അമ്പലത്തിൻ്റെ അതേ ഫീല് തന്നെയാണ്. ഇവിടെ എന്തോ ഒരു തരത്തിലുള്ള പൂജ, അതായത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം. ഈ കാണുന്ന ഫാമിലിയുടെ ആയിരുന്നു കേട്ടോ അന്ന് പൂജ ഉണ്ടായിരുന്നത്. ഇവരുടെ കൂടെ ഒരു ജർമ്മൻ പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും നമ്മുടെ നാട്ടിലെ സാരിയും അതുപോലത്തെ ഓർണമെന്റ്സും ഒക്കെ ഇട്ട് അതിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് ഈ പൂജ ഇവിടെ നടക്കുന്നത് കൊണ്ട് മെയിനായിട്ടുള്ള നട തുറക്കാനായിട്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മെയിനായിട്ടുള്ള നട തുറന്നത്. അങ്ങനെ നട തുറന്ന് ഞങ്ങൾ മനസ്സറിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം അമ്പലത്തിൽ വന്ന് തൊഴുത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു ഞാൻ അന്നത്തെ ദിവസം. ഈ കാണുന്ന തിരക്ക് കണ്ടില്ലേ, ഇത് മുഴുവൻ സൗത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ. ജർമ്മനിയിൽ ഇത്രയ്ക്കധികം സൗത്ത് ഇന്ത്യൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഇന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നട തുറക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അത്രയും നേരം ആ പൂജ അറ്റൻഡ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നിരുന്നു.
ഞാൻ പിന്നെ അമ്പലത്തിൽ നിന്ന് ഈ കാണുന്ന കുഞ്ഞ് ഭസ്മത്തിന്റെ പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. ഇതിന് 3 യൂറോ എന്തോ ആണ് എനിക്ക് അന്ന് ആയത്. ഈ കാണുന്നതാണ് അമ്പലത്തിന്റെ ഒരു വേറൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അവിടെ ഇനിയും കൺസ്ട്രക്ഷൻസ് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ ഞങ്ങളിവിടെ. അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു സത്യം മനസ്സിലാക്കിയത്. ഇന്ന് സൺഡേ ആയത് കാരണം ഇവിടെ ബസ്സുകൾ ഭയങ്കര കുറവായിരുന്നു. 1 അവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബസ് വന്നിട്ടുണ്ടായി. ഞങ്ങൾ അതിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. അങ്ങനെ ഞങ്ങൾ വന്ന പോലെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത് ഹാം റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമ്മളൊരു ട്രെയിൻ എടുത്തിട്ട് പാഡർബോണിൽ ചെന്നിറങ്ങും. വന്ന ടൈമിലെ ക്ലൈമറ്റ് അല്ല കേട്ടോ, ഇപ്പം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഉണ്ടായിരുന്ന എനർജിയൊക്കെ എല്ലാവരുടെ മുഖത്തുനിന്ന് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തിരിച്ചു പോകാനുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നമുക്ക് നല്ല നടപ്പുണ്ടായിരുന്നു ഇവിടുന്ന്. എന്തായാലും അങ്ങനെ ഫൈനലി ഞങ്ങളിതേ ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ 1:30 ആയപ്പോഴേക്കും പാഡർബോണിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ ഒന്നും കാര്യമായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പായിരുന്നു. തലയും നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ശ്രീയും കൂടെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിത് സ്ഥിരം ഉള്ളതാട്ടോ. എവിടെയെങ്കിലും ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ നേരെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി കയറും. ഇവിടുത്തെ ഇൻഡിഷ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. പിന്നെ പോരാത്തതിന് ഇപ്പോഴത്തെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇൻഡിഷ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് അധികം ട്രാവലും ബസ്സൊന്നും കയറേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം ഇപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാറാണ് പതിവ്. പക്ഷെ ആര്യൻ നിരഞ്ജന അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവർക്ക് വേറെ എന്തൊക്കെയോ തിരക്കുകൾ ഉള്ളതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് അവർക്ക് രണ്ടുപേർക്കും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ബസ്സിലേക്ക് കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നത് എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വീട്ടിലേക്കല്ല പോകുന്നത്. ഇവിടെ നമുക്ക് ഇൻഡിഷിലേക്ക് പോവാം. ഇൻഡിഷിലേക്ക് എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ സ്ഥിരം മട്ടൻ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ഏകദേശം 10 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മട്ടൻ ബിരിയാണി വന്നു. ഇവിടുത്തെ മട്ടൻ ബിരിയാണി ഞാൻ റിവ്യൂ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ ഫൈനലി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല ടയേർഡായിട്ടുണ്ട് ഞാൻ. ഇനി ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ ഉറക്കമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും കുറേ നാൾ കൂടി അമ്പലത്തിൽ പോയതിൻ്റെ സന്തോഷം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ ബൈ ഗൈസ്.